Justice, value education, environmental education, 5 technology integration with regard to social science learning. ഈ 5 പോയിന്റുകളെ ആസ്പദമാക്കിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോവുക അല്ലെ ചർച്ച ചെയ്യാൻ പോവുക. ഇപ്പം നമ്മളിവിടെ ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ 5 ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 5 ഗ്രൂപ്പിനും ഓരോ ടോപ്പിക് തന്നിരിക്കുകയാണ്. ആ ടോപ്പിക്കിനെ പറ്റി 5 ഗ്രൂപ്പുകാരും 15 മിനിറ്റ് ഡിസ്കസ് ചെയ്യുക, അവരുടെ കൺക്ലൂഷൻസ് രേഖപ്പെടുത്തുക, അവ ഇവിടെ വന്ന് അവതരിപ്പിക്കുക. ഇന്ന് തന്നെ നമുക്ക് സമയം പോലെയാണ്. അങ്ങനെയാണെങ്കിലും പൂർണ്ണമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് നാളത്തേക്ക് മാറ്റിവെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രധാനമായിട്ടും ചർച്ച നമുക്കിവിടെ നടക്കേണ്ടതുണ്ട്, ഗ്രൂപ്പിൽ ചർച്ച നടക്കേണ്ടതുണ്ട്. അപ്പം ആദ്യമായിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ലീഡർ ഒന്ന് എഴുന്നേൽക്കാവോ? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ലീഡർ. ഒന്നാമത്തെ ഗ്രൂപ്പിനുള്ള ടോപ്പിക്കാണ് അപ്രോച്ച് ടു പെഡഗോഗി. അതിന്റെ മെറ്റീരിയൽ ഉണ്ട്, അതിനെ ആസ്പദമാക്കി ഒന്ന് ചർച്ച ചെയ്യുക. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഉള്ള ടോപ്പിക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, അതിന്റെ മെറ്റീരിയൽ ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലീഡർ അതൊന്ന് വായിക്കണേ. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പിനുള്ളത് ജെൻഡർ ജസ്റ്റിസ്. അതായത് ലിംഗനീതിയിലും ലിംഗസമത്വധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകളാണ്. അത് മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ ലീഡർ ഒന്ന് കൈപ്പറ്റണം. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചർച്ച ചെയ്യണം. നാലാമത്തെ ഗ്രൂപ്പിന്റെ വാല്യൂ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ മൂല്യ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പാരിസ്ഥിതിക വിദ്യാഭ്യാസം എന്നുള്ളതാണ് നാലാമത്തെ ഗ്രൂപ്പിന്റെ ടോപ്പിക്ക്. അപ്പം അതിന്റെ മെറ്റീരിയൽ നാലാമത്തെ ഗ്രൂപ്പിന്റെ ലീഡർ ഒന്ന് കൈകിട്ടുക. അഞ്ചാമത്തെ ഗ്രൂപ്പിന്റെ വിഷയം സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൽ സാങ്കേതിക വിദ്യ എങ്ങനെ നമുക്ക് ഉൾച്ചേർക്കാം എന്നുള്ളതാണ്. അതിന്റെ ടോപ്പ് മെറ്റീരിയൽ ഇതാണ്. അപ്പൊ നമുക്കിനി ചെയ്യേണ്ട കാര്യം ഇതിനെ പറ്റി ഒരു 15 മിനിറ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ചർച്ച മെറ്റീരിയൽ ഉണ്ടല്ലോ, ബേസ് ചെയ്ത് നിങ്ങൾ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തതിന് ശേഷം അതിന്റെ കൺക്ലൂഷൻസ് ഒരാൾ വന്ന് അവതരിപ്പിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം, സമയമുള്ള പോലെ. എല്ലാവരും അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് മാറ്റാം. ഇപ്പൊ ആദ്യം നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം അല്ലെ? അപ്പോൾ ചർച്ച ആരംഭിക്കാം. അത് അങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് ഫേസ് ചെയ്തിരുന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാം. നമ്മുടെ പഠനം അല്ലെങ്കിൽ ടീച്ചിങ് പൂർണ്ണമാകണമെങ്കിൽ സാങ്കേതിക വിദ്യയുടെ നമ്മുടെ പഠനത്തിൽ ഉൾക്കൊണ്ടാൽ നമ്മുടെ അറിവും അതുപോലെ തന്നെ കുട്ടികൾ യാതൊരു മാറ്റവുമില്ലാതെ നിലനിർത്തി പോരുന്നതും. സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള ക്രിയാത്മകമായ ഒരു അക്കാദമിക് പഠനം എന്നത് എപ്പോഴും വിമർശനാത്മകം ആയിരിക്കണം. വ്യത്യസ്ത സാമ്പത്തിക മാതൃകകളുടെ ഗുണങ്ങളെയും പോരായ്മകളെയും കുറിച്ചുള്ള ചർച്ച പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമാണ്. അതിനായി പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ പരസ്പര ആശ്രിതത്വം പ്രധാനമാണ്. അതുപോലെ എല്ലാത്തിന്റെയും നിലനിൽപ്പ് പരസ്പര ബന്ധിതമാണ് എന്ന തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വേണം. പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും കൃത്യമായി നിർവഹിക്കണം എന്ന ഒരു ധാരണ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഈ അവരവന്റെ വീട്ടിലെ വേസ്റ്റ് മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി തള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ അവന് അനുവർത്തിക്കാൻ
സൃഷ്ടിക്കുക എന്നത് ചെയ്യാൻ ആണെക്കൊണ്ട് സാധിക്കും. അതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശാസ്ത്രീയമായ ഒരു ധാരണയും കാഴ്ചപ്പാടും കുട്ടികൾക്ക് സ്കൂൾ തലം മുതൽ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും സുസ്ഥിരമായ ഭാവി രൂപപ്പെടുത്തുന്നതിനായി എങ്ങനെ പ്രവർത്തിക്കണം എന്ന ഒരു ധാരണയും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കഴിയും എന്ന ഒരു ആശയത്തിലേക്കാണ് ഞങ്ങളുടെ ചർച്ച. ഈ അടുത്തതായിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പ് അപ്രോച്ച് ടു പെഡഗോഗി പഠന ബോധന ശാസ്ത്ര സമീപനം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ലീഡർ വന്ന് അവതരിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ് KCF എന്ന് പറയുന്ന കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ചർച്ചയാണ്. പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ ഇവിടെ കാണുന്ന കോഴ്സോ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തന്നെ വളരെ സങ്കുചിതമായ ഒരു വീക്ഷണത്തെ എടുത്തു കാണിക്കുന്ന ഒന്നും അതിന്റെ പ്രത്യേകതയോ നമ്മുടെ സമൂഹത്തിൽ അധ്യാപക പരിശീലനങ്ങളോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണവും പരിശീലന പരിപാടികളും കൂടുതൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടുവരേണ്ടതാണ്. ചുമ്മാ അധ്യാപകരെ ചുമ്മാ ബുദ്ധിമുട്ടിക്കാതെ ഈ കാരണന്മാർ ഇതൊക്കെ പറയണം. ഈ പല ദിവസങ്ങളിൽ ക്ലാസ്സിൽ കാണില്ല സ്കൂളിൽ. ഇപ്പം അധ്യാപകരുടെ പരിശീലനത്തിൽ വരിക ഈ എണ്ണ പരീക്ഷ അധ്യാപകർക്ക് എടുക്കുന്നത് അതിനെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണന്മാരെ കൂടെ ഇത് കൊണ്ടുവന്നു അവർക്ക് ഇങ്ങനെയുള്ള മൂന്നാല് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ട് തെറ്റിദ്ധാരണ പോകും എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയ മറ്റൊരു പോയിന്റ്. അതും റെസിഡൻഷ്യൽ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇതൊക്കെ ഞങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പോയിന്റ്. താങ്ക് യു. ഓക്കെ, ഇനി ടെക്നോളജി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ സാറിന് ചെറിയ ടോക്ക് ഉണ്ട്. കുറച്ച് നേരം ചെറിയൊരു വീഡിയോ കാണിച്ചുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങൾ ഇരിക്കുന്ന ടോപ്പിക്ക് അപ്രോച്ച് ടു പെഡഗോഗി എന്നാണ്. പാഠ്യപദ്ധതിയോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന്, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ഏറെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ അതിനനുസരിച്ച് മാറ്റം വരണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ രീതി അനുസരിച്ചിട്ട് കുട്ടികളെ തന്നെ നമ്മളൊരു അറിവിന്റെ നിർമ്മാതാവായി തന്നെ പരിഗണിക്കണം എന്നാണ് ഈ ഒരു അപ്രോച്ചിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ടെത്തൽ പഠനം, സഹവർത്തിത പഠനം, ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പഠനം, അതായത് പുസ്തകത്തിൽ നിന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ചുറ്റുപാടുള്ള എക്സാമ്പിൾ വെച്ച് തന്നെ ഓരോ വിഷയത്തെ പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ ഒരു രീതി അനുസരിച്ചിട്ട് പറയുന്നത്.
അതോടൊപ്പം തന്നെ അവർക്ക് അവർ നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മൾ അവരോടൊപ്പം തന്നെ നിൽക്കണം, നിരന്തരമായി പിന്തുണ നൽകണം, കൈത്താങ്ങ് നൽകണം. ഇതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അതോടൊപ്പം തന്നെ അധ്യാപകരെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, മറിച്ച് കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശിശു കേന്ദ്രീകൃത പഠന രീതികളായിരിക്കണം പിന്തുടരണം എന്നും കൂടി ഇവര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ കുട്ടികളെ നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുകയാണ് ചെയ്യണം. അതായത് അവരുടെ പഠന വേഗത ഓരോ കുട്ടിയും ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതെന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പഠന ശൈലി, വൈവിധ്യങ്ങൾ, സാംസ്കാരിക പശ്ചാത്തലം, സാമ്പത്തിക പശ്ചാത്തലം എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കുട്ടിയെയും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം. ആ രീതിയായിട്ടുള്ള പറയുന്നത്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ നമ്മളെ പഠന രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഈ ഒരു പഠന രീതികൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ളത് നമുക്ക് ട്രെയിനിങ് ഒക്കെ നൽകുന്നത്. അതാണ് ഈ ഒരു അപ്രോച്ച് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് മൂന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ ജെൻഡർ ജസ്റ്റിസ്, ലിംഗസമത്വം. തന്റേതായ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും പ്രാപ്തി നേടുക. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം അല്ലെ, നമ്മുടെ ഈ സമൂഹത്തിന്റെ ഒരു ചരിത്രമുണ്ട് അല്ലെ, ആ ചരിത്രത്തെ പറ്റി വിദ്യാർത്ഥികൾ ബോധവാന്മാരായിരിക്കണം. എന്നിട്ട് പഠിച്ചാലേ പഠിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അതിന് പ്രാപ്തരാക്കുക. നാം ജീവിക്കുന്ന സമൂഹത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രാദേശിക, ദേശീയ, സാർവദേശീയ വീക്ഷണത്തിൽ വിശകലനം ചെയ്ത് ഗുണനിരൂപണം നടത്താനും വിമർശനാത്മകമായി വിലയിരുത്താനും ജനപക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള മനോഭാവം രൂപപ്പെടുത്തുക. വ്യക്തമായിട്ട് അതിനകത്ത് തന്നെയുണ്ട്. അത് വേറെ ഒരു ലക്ഷ്യമാണ്. സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളുടെ രീതിശാസ്ത്രം സ്വായത്തമാക്കാൻ കഴിയുക. ദ മെത്തഡോളജി ഓഫ് സോഷ്യൽ സയൻസ് അല്ലെ, പഠിക്കുന്ന രീതി അല്ലെ, സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ രീതിശാസ്ത്രം അത് സ്വായത്തമാക്കാൻ സഹായിക്കുക. സാമൂഹ്യ നിരീക്ഷണം, താരതമ്യം, വിശകലനം, വിമർശനാത്മക ചിന്ത, യുക്തിപരമായ വ്യാഖ്യാനം, പൊതുഘടനയും പ്രവണതകളും കണ്ടെത്തൽ, നിലപാടെടുക്കൽ തുടങ്ങിയ സാമൂഹ്യ ശാസ്ത്ര ശേഷിപ്പുകൾ നിർവഹിക്കാനായി പ്രയോജനപ്പെടുത്താനുള്ള ധാരണ നേടുക. അപ്പൊ എക്കണോമിക്സ് മാത്രമല്ല, ബാക്കി സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളും ബാക്കി ശാസ്ത്ര വിഷയങ്ങളും ഉൾപ്പെടെ എല്ലാം കൂടെ ഉൾച്ചേർന്ന് നമ്മുടെ കേരളത്തെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ലോകത്തെ പറ്റിയും ഒരു ധാരണ നേടിയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക. ഇത്രയാണ് KCF-ന്റെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്തതായിട്ട് സഭാസിൻ സാറിന് കൈമാറും. നമുക്ക് 5 മിനിറ്റിനകത്ത് പരിപാടിയുള്ളൂ. ലീഡർ അനൗൺസ് ചെയ്തേക്കാം. ഗ്രൂപ്പിൽ നിന്നുള്ളത്